Hello guys, welcome to my channel Board Assistance. അപ്പോൾ നമ്മുടെ എന്നത്തെ പോലെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു വീഡിയോ അല്ല, നമ്മളിത് ഇപ്പോൾ പുറത്തൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ കുറേ പേര് നമ്മുടെ ഒരു വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു PC ബിൽഡിൻ്റെ വീഡിയോ വേണമെന്ന്. അപ്പോൾ PC ബിൽഡിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. അപ്പോൾ നമ്മൾ നേരെ PC ബിൽഡ് ചെയ്യാൻ വേണ്ടി വലപ്പാട് വരെ പോവുകയാണ്. അപ്പോൾ നമ്മളിത് വണ്ടിയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോൾ ഫണ്ട് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ഛനും കൂടി ഇന്ന് വലപ്പാട് PC ബിൽഡ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ആദ്യമായിട്ട് നമ്മുടെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നമ്മൾ വലപ്പാടിക്ക് ബാറ്ററി സ്കൂട്ടറിലാണ് പോകുന്നത്. ഹീറോ ഇലക്ട്രിക്കിൻ്റെ ബാറ്ററി സ്കൂട്ടറാണിത്. അപ്പോൾ ഇത് അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വലപ്പാടുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പാണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പാർട്സ് എല്ലാം ഓൾറെഡി ഇവിടെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഇത് കുറേ ദിവസം കുത്തിയിരുന്ന് ഉണ്ടാക്കിയ സ്പെക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻടെക്കിൻ്റെ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് 511 MT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ക്യാബിനറ്റാണ്. ബാക്കിയുള്ള പാർട്സ് എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാബിനറ്റ് പുറത്തോട്ട് എടുക്കാം. ക്യാബിനറ്റ് നല്ല കവറിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 4 ഫാൻസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഹൈ എൻഡ് കൂളിംഗ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അടിപൊളി ക്യാബിനറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ചില്ലൂരി പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്രൂ അയച്ചത് ചില്ലൂരുണ്ട്. എന്നിട്ട് ചില്ലൂരി വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിൽ സെറ്റാക്കേണ്ടത്, നമ്മുടെ മദർ ബോർഡും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ബാക്കിൽ ഒരു ഗാർഡ് ഉണ്ട്, അത് നമ്മൾ അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ അതിൻ്റെ ഒപ്പം വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ മദർ ബോർഡ്. ഈ മദർ ബോർഡാണ് നമ്മൾ ഈ ബിൽഡിൽ വയ്ക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CPU പ്രോസസ്സറിൻ്റെ സ്റ്റോക്ക് കൂളർ ഫാനാണ്. ഇത് നമ്മുടെ AMDയുടെ Ryzen 3200G എന്ന പ്രോസസ്സറിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു സ്റ്റോക്ക് കൂളർ ഫാനാണ്. ഇതുമ്പോൾ തന്നെ ഹീറ്റ് സിങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മദർ ബോർഡിൻ്റെ സ്ക്രൂസ് എല്ലാം അഴിക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ഫാനാണെന്നാണ് എല്ലാവരും ഫീഡ്ബാക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമ്പോൾ തന്നെ ഹീറ്റ് സിങ്ക് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് സ്ക്രൂ അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ SMPS ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞങ്ങൾ 50K ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ PC ബിൽഡ് ആയതുകൊണ്ട് തന്നെ 450 വാട്ടിൻ്റെ ഒരു അടിപൊളി SMPS ആണ് എടുക്കുന്നത്. തെർമൽ ടേക്കിൻ്റെ SMPS ആണത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് നമ്മുടെ ക്യാബിനറ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രോസസ്സറും സ്റ്റോക്ക് കൂളറും എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ മദർ ബോർഡ് നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഉള്ളിലോട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നല്ല സ്ക്രൂ ചെയ്ത് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മദർ ബോർഡ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ചാൽ അതിലുള്ള എല്ലാ പോർട്ടുകളും നമ്മുടെ ക്യാബിനറ്റിൻ്റെ പുറത്തോട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ PC ബിൽഡിൽ നമ്മൾ വെക്കുന്നത് 1TB ഒരു ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ നമ്മളത് വെറുതെ ക്യാബിനറ്റിലോട്ട് ഫിക്സ് ചെയ്താൽ പോരാ, അതിൽ നമ്മളൊരു മോഡ്യൂൾ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് നന്നായിട്ട് ആ മോഡ്യൂളായിട്ട് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ വെച്ചിട്ടുള്ള ഹാർഡ് ഡിസ്ക് നമ്മൾ നേരെ നമ്മുടെ ക്യാബിനറ്റിലോട്ടും കൂടി ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് M.2 NVMe ആണ്. ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇതിനേലും കുറയ്ക്കണമെങ്കിൽ SSDയിൽ ഒതുക്കാം. പക്ഷേ M.2 NVMe ഞങ്ങൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് SSDനേലും ഭയങ്കര ഫാസ്റ്ററാണ്. അപ്പോൾ നമ്മൾ വിൻഡോസ് M.2 NVMeയിലാണ് റൺ ചെയ്യിക്കുന്നത്. കാരണം വെച്ചാൽ ലോഡിങ് എല്ലാം ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ റാം കാർഡാണ്. അപ്പോൾ ഞാൻ ഈ ബിൽഡിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ G-Skillൻ്റെ Rebut എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റാം കാർഡാണ്. 8GB 3200 MHz റാം കാർഡാണിത്. അപ്പോൾ നമ്മുടെ റാം കാർഡ് നമുക്കിനി നമ്മുടെ മദർ ബോർഡുമായി ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റാം കാർഡിൻ്റെ സ്ലോട്ടിൻ്റെ 2 സൈഡിൽ 2 ലോക്ക് ഉണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം റാം കാർഡ് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ PCയുടെ മെയിനായിട്ടുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് വയർ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ വയർ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോർട്ടുകളിൽ നമ്മൾ വയർ എടുക്കുക. അപ്പോൾ നമ്മൾ വയർ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ പരമാവധി നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഏതൊക്കെ വയർ എങ്ങനെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞുതരാം. ഓരോ വയറിൻ്റെ പോർട്ടും അതിൻ്റെ കണക്ടിവിറ്റി ആയിട്ട് ബന്ധമുള്ള സിമ്പിളായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ USB 2.0. അപ്പുറത്തുള്ളതാണ് USB 3.0, ഇത്തിരി കട്ടി കൂടിയതാണ്. ഇത് നമ്മുടെ റീസെറ്റും ഹാർഡ് ഡിസ്കുമൊക്കെ ഉള്ള കണക്ഷനും ലൈറ്റും കാര്യങ്ങളെല്ലാം ഉള്ള വയറാണിത്. അപ്പോൾ നമുക്കിനി ആ വയർ ഹാർഡ് ഡിസ്കുമ്മയ്ക്ക് കൊടുക്കാം. ഓരോരോ പോർട്ടും അതിൻ്റെ വയറും ഏകദേശം ഒരേ സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പേര് അതിൻ്റെ മദർ ബോർഡുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടാവും.
അങ്ങനെ നമ്മുടെ പി സി ഒരു ബിൽഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹാർഡ്വെയർ ആയിട്ടുള്ള എല്ലാ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മൗസും കീബോർഡെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് ഓണാക്കാം. ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പി സിയിലോട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് വിൻഡോസ് 11 Pro ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ കാണാം അസ്യൂസ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളത് ഇൻസ്റ്റാളിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിൻഡോസ് 11 Pro ഇതിലോട്ട് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിൻഡോസ് അവിടെ ഇൻസ്റ്റാൾ ആവുന്ന നേരം കൊണ്ട് നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം നമ്മളങ്ങനെ ക്ലോസ് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഒരു ചില്ലും കൂടിയും വെച്ചിട്ട് നമ്മളൊന്ന് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പി സി ബിൽഡ് കംപ്ലീറ്റ് ആയെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കിനി നമ്മുടെ പി സി ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പി സി ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് നമ്മുടെ പി സിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം വീട്ടിൽ ചെന്നിട്ട് പറയാം. A few moments later. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വലപ്പാട് നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് തന്നെ പി സി ഇതേ പുറത്തെടുത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പി സി എന്ന് വെച്ചാൽ വരാൻ നേരത്ത് വലപ്പാട് നിന്ന് വരാൻ നേരത്ത് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നനയാണ്ട് എങ്ങനെയാണ്ടൊക്കെ ഇവിടെ വരെ വീട് വരെ എത്തിച്ച് മറ്റേ അതിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പെട്ടി ചെറുതായിട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പി സി സേഫായിട്ട് തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അത് നമ്മുടെ സിസ്റ്റം നേരെ ഓണാക്കാം. അപ്പോൾ നമ്മൾ ഈ പി സി ബിൽഡിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോരോ പാർട്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് റാം വെച്ചാൽ ആദ്യം തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ പി സി ബിൽഡിന് ഉപയോഗിച്ചുള്ള റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ G-Skillൻ്റെ Rebut എന്ന് പറഞ്ഞിട്ടുള്ള റാം കാർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് 8 GB റാമിൻ്റെ 3200 MHz റാം കാർഡാണത്. അപ്പോൾ നമ്മുടെ റാം കാർഡിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ 3250 രൂപയാണ്. അപ്പോൾ നമ്മൾ റാം കാർഡിൻ്റെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മെഗാഹെർട്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3200 MHz-ൻ്റെയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡുവൽ ചാനലിനും സിംഗിൾ ചാനലിൻ്റെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ വെച്ചാൽ അതിൽ 2 സ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളതിൽ ഓരോന്നോരോന്നായിട്ട് വയ്ക്കുന്നതും പിന്നെ ഒരൊറ്റ എണ്ണം വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡുവൽ ചാനലായിട്ട് 2 എണ്ണം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ 2 റാം കാർഡ് വയ്ക്കുകയാണെങ്കിൽ ഇത്രയും കൂടി പെർഫോമൻസ് കൂടി കിട്ടും. പക്ഷേ നമ്മൾ ഒരൊറ്റ റാം കാർഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 8 GB റാം വയ്ക്കുകയാണെങ്കിൽ അത് 4ൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി കൂടുതൽ സ്പീഡ് കിട്ടും. പക്ഷേ 8 GB മാത്രമായിട്ട് ഒരൊറ്റ എണ്ണം വയ്ക്കുകയാണെങ്കിൽ അത്രയും പെർഫോമൻസ് ഒന്നും അധികം കിട്ടില്ല. പക്ഷെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് 8 GB ഒരു സിംഗിൾ സ്റ്റിക്കാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭാവിയിൽ ഫ്യൂച്ചർ അപ്ഗ്രേഡിനുള്ള ഇതിനാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരു 8 GB റാമും കൂടി വെച്ചിട്ട് 16 GB റാമായിട്ട് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സിംഗിൾ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ക്യാബിനറ്റിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ബിൽഡിന് വേണ്ടി ഉപയോഗിച്ചുള്ള ക്യാബിനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് സ്പോർട്സിൻ്റെ 511 MT ഐസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാബിനറ്റാണ്. അത്യാവശ്യം നല്ല കൂളിംഗ് തന്നെയാണ് ഇത് വരുന്നത്. അതിന് 4 ഫാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബിനറ്റിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4600 രൂപയാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ M.2 NVMe കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ SSD വയ്ക്കാം, M.2 NVMe വയ്ക്കാം. പക്ഷേ SSDയിലും കൂടുതൽ ഫാസ്റ്റർ M.2 NVMe ആണ്. അപ്പോൾ ഞാൻ ഈ ബിൽഡിൽ വെച്ചിട്ടുള്ളത് 500 GB വരെ M.2 NVMe ആണ്. അപ്പോൾ നമ്മുടെ NVMe പ്രൈസ് വരുന്നത് 5100 ആണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് HDDയുടെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഈ ബിൽഡിൽ ഉപയോഗിച്ചിട്ടുള്ള HDD എന്ന് വെച്ചാൽ 1 TB HDD ആണ്. അതിന് 3510 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ പ്രധാന ഭാഗമായിട്ടുള്ള പവർ സപ്ലൈ യൂണിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് തെർമൽ ലൈറ്റിൻ്റെ ഒരു അടിപൊളി പവർ സപ്ലൈ യൂണിറ്റാണ്. 450 വാട്ടിൻ്റെ പവർ സപ്ലൈ യൂണിറ്റാണത്. അപ്പോൾ നമ്മുടെ PSUവിൻ്റെ പ്രൈസ് വരുന്നത് 2580 രൂപയാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ കീബോർഡിൻ്റെ മൗസിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എൻ്റെ ചാനലിലിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് അത് കാണാം. അടിപൊളി റിവ്യൂ ആണ്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമ്മുടെ ഈ കീബോർഡ് ആൻഡ് മൗസിൻ്റെ കോംബോയുടെ പ്രൈസ് എന്ന് വെച്ചാൽ 1200 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഭാഗത്തിനെ കുറിച്ച് പറയാം. അതാണ് നമ്മുടെ പ്രോസസ്സർ. അപ്പോൾ നമ്മൾ ഈ ബിൽഡിൽ ഉപയോഗിച്ചുള്ള പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ Ryzen 3200G എന്നിട്ടുള്ളൊരു പ്രോസസ്സറാണ്. ഇത് ഇൻബിൽഡായിട്ട് ഒരു ഗ്രാഫിക്സ് കാർഡും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഇൻബിൽഡായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡ് വയ്ക്കുന്ന അത്രയും പ്രൈസ് നമുക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 50,000 ബഡ്ജറ്റിൽ ഇതൊക്കെ ഒരു അടിപൊളി പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സർ ഇത്തിരി കൂടി അവൈലബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻബിൽഡായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് കാരണം എല്ലാവരും ഇത് തന്നെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കടയിലൊക്കെ സ്റ്റോക്കൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ്. പക്ഷേ ഇത് ഓൺലൈനായിട്ട് നമുക്ക് 9000 റുപ്പീസിന് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളിത് ഓഫ്ലൈനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 13,000 രൂപ വരെയൊക്കെയാണ് ചില കടയിലൊക്കെ വരുന്നത്. എനിക്ക് പ്രോസസ്സർ കിട്ടിയിട്ടുള്ളത് 11,800-നാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മദർ ബോർഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ മദർ ബോർഡായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ Asus Prime A320 MK എന്നിട്ടുള്ള മദർ ബോർഡാണ്. ഇത് അത്യാവശ്യം അടിപൊളി മദർ ബോർഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ മദർ ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് 4700 രൂപയാണ്. നമ്മുടെ PC ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ് നമ്മുടെ മോണിറ്റർ. നമുക്കിനി അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ PC നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മോണിറ്റർ എന്ന് വെച്ചാൽ സാംസങ് T35F എന്ന് പറഞ്ഞിട്ടൊരു മോണിറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ എപ്പോഴും വേരി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോണിറ്ററാണ്.
ഞങ്ങൾക്ക് ഇത് കിട്ടിയപ്പോൾ ഒരു 10,000-ന് ഞങ്ങൾക്ക് ഈ മോണിറ്റർ കിട്ടി. പക്ഷേ ഇപ്പോൾ ഓൺലൈനിലൊക്കെ എൻ്റെ പ്രൈസ് വരുന്നത് 13,000 രൂപയാണ്. ഇപ്പോൾ ഷോപ്പിലും അതേ 13,000 രൂപയ്ക്ക് ഇത് മാറിയിട്ടുണ്ട്. നല്ലോണം പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഈ മോണിറ്ററിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കുക. നല്ല അടിപൊളി മോണിറ്റർ, അതിൻ്റെ റിവ്യൂവും അൺബോക്സിങ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് ഒപ്പം കിട്ടുന്ന ആക്സസറീസ് എല്ലാം ഞങ്ങൾ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സ്പെക്കോട് കൂടി നമ്മുടെ PC ഒരു 50,000-നുള്ളിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് വാങ്ങുന്ന സ്ഥലം അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളിത് ഓൺലൈൻ വഴി വാങ്ങണമെങ്കിൽ നമുക്ക് ഇത്തിരി വില കുറവിന് കിട്ടും. പക്ഷേ ഇത് ഓഫ്ലൈൻ വഴി വാങ്ങണമെങ്കിൽ ചെറുതായിട്ട് വില ഒന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ PC ഓഫ്ലൈൻ വഴിയാണ് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 52,000-ന് അടുത്തായിട്ടുണ്ട്. കാരണം ഇത് ആദ്യം SSD വയ്ക്കാമെന്ന് വെച്ചു, പിന്നെ നമ്മൾ M.NVMe വെച്ചു. അപ്പോൾ ഇത്തിരി കൂടി ഫാസ്റ്റർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിത് ഓഫ്ലൈൻ വാങ്ങിയതുകൊണ്ട് തന്നെ ഒരു 52,000 ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ അതിൻ്റെ ഗ്യാരൻറ്റിയും സർവീസും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഓഫ്ലൈൻ വഴി വാങ്ങുമ്പോൾ അതിന് നല്ലൊരു ഗ്യാരൻറ്റിയും സർവീസും കാര്യങ്ങളും റീപ്ലേസ്മെൻറ്റ് സകല സർവീസും ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഓൺലൈൻ വഴി വാങ്ങുകയാണെങ്കിൽ നമുക്കിത് ഒരു 50,000-നുള്ളിൽ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ PC ബിൽഡിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റം ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഔട്ട്രോ പറയേണ്ട ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ റിവ്യൂ ആണ് വേണ്ടത്, പിന്നെ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറെ വീഡിയോ ഇടാം. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ വല്ല സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു PC ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇതുപോലെ ഒരു PC അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ ഒരു PC, അതുപോലെ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റിലൊരു PC ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. അപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ എക്സ്റ്റേണൽ വെച്ചിട്ടില്ല. അതിൻ്റെ പ്രോസസ്സറിൽ തന്നെയുള്ള ഇൻബിൽഡ് ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ടാണ്. 2 GB ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ റിവ്യൂ ആണ് നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.